എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അക്കൂട്ടത്തിലൊക്കെ ഞാൻ എന്നും ആകാംക്ഷയോടെ കേൾക്കാനും അറിയാനൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങളാണ്. കാരണം അദ്ദേഹം നമ്മുടെ ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. നമുക്കറിയാം, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പോലും വെറുപ്പായി കണ്ടിരുന്ന ഒരു വലിയ മനുഷ്യൻ അവസാനം ഇസ്ലാമിന്റെ മുത്തുപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആരാണോ ആ പ്രവാചകൻ വഫാത്തായിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ തലയെടുക്കാൻ കാവൽ നിന്ന ആളാണ്. എങ്ങനെ മനസ്സിലായോ? ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ അവരുടെ തലയെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അവസാനം ആ ഇസ്ലാമിന്റെ പ്രവാചകൻ ആരാണോ ആ പ്രവാചകൻ വഫാത്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട് എന്ന് ആരാണോ പറയുന്നത് അവരുടെ തലയെടുക്കുമെന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിപ്പോയ മാനസാന്തരം ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വല്ലാത്തൊരു കഥയാണ്. ഒരു ദിവസം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രാത്രി അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വീടിനുള്ളിലേക്ക് രാത്രി പാതിരാത്രിയാണ് വീടിനുള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണാനിടയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അതൊക്കെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, നമ്മളൊക്കെ നേതാവാണല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ പോകുന്നത് എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് വളരെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. കാരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, നമ്മുടെ അമീർ ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാത്രി വീട്ടിലേക്ക് വന്നത് എന്നുള്ളത് ഇങ്ങനെ അദ്ദേഹം വളരെ ഡൗട്ടോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കാം. പക്ഷെ അദ്ദേഹം വളരെ നേരം അവിടെ നിന്നില്ല. അദ്ദേഹം പിരിഞ്ഞു പോയി. അങ്ങനെ പിറ്റേ ദിവസം സുബ്ഹി നമസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പോലും അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു വലിയ വൈമനസ്യം ഉണ്ടായി. പക്ഷെ അദ്ദേഹം അത് വകവെച്ചില്ല, അങ്ങനെ നിസ്കരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഏതോ ഒരു സമയത്ത് കിട്ടിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കയറിപ്പോയ വീട്ടിലേക്ക് അദ്ദേഹം ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. കാരണം അന്വേഷിക്കാൻ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് വരുവാനുള്ള കാരണം, ആരാണ് ആ വീട്ടിലുള്ളത് എന്നൊക്കെ അറിയുവാനുള്ള വളരെ ഒരു ആഗ്രഹത്തോട് ആകാംക്ഷയോട് അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു 90 വയസ്സിന്റെ മേലേക്ക് വരുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് ഒരു കരച്ചിൽ കേട്ടു. അങ്ങനെ ഒരു അന്ധയായ സ്ത്രീയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, ഇന്നലെ രാത്രി ഇവിടെ വന്ന ആള് ആരാണെന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനടി ആ അന്ധയായ സ്ത്രീ പറഞ്ഞു, ഇവിടെ ദിവസവും ഒരാൾ വരാറുണ്ട്, ആരാണ് എന്നൊന്നും അറിയില്ല. അദ്ദേഹം എന്റെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുള്ള ഈ പാത്രം എടുത്തിട്ട് അദ്ദേഹം സ്വമേധയാ വൃത്തിയാക്കും. പോരാത്തതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാരക്കകളൊക്കെ അതിന്റെ കുരുവൊക്കെ പോക്കിയിട്ട് എന്റെ വായിലേക്ക് വെച്ച് തന്ന് എനിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോകാറുള്ളത് എന്ന് പറഞ്ഞപ്പോ വളരെ സംശയത്തോട് നോക്കി നിന്നിരുന്ന അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഈ രീതിയിലുള്ള തങ്ങളുടെ സഹപ്രവർത്തകരുടെ, തങ്ങളുടെ ജനങ്ങളുടെ മനസ്സറിയാൻ, അവരുടെ വിഷമങ്ങൾ അടുത്തറിയുവാൻ വേണ്ടിയിട്ടാണല്ലോ എന്റെ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെയാണല്ലോ ഞാൻ ഒരു സെക്കൻഡ് പോലെങ്കിലും ഞാൻ സംശയിച്ചു പോയത് എന്ന് വളരെ ദുഃഖഭരിതനായിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു നിന്നപ്പോ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ വന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീയോട് തിരിച്ച് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഇന്നലെയും മിനിയാന്നും ഇവിടെ ദിവസങ്ങളോളം നിങ്ങൾ വരും അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ മനുഷ്യനില്ലേ, അത് ഈ നാട്ടിലെ നമ്മുടെയൊക്കെ അമീറാണ്, നമ്മുടെയൊക്കെ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സേവനങ്ങളെല്ലാം ചെയ്തു തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ ചെറിയ കുടിലിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള നമ്മുടെയൊക്കെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു നേതാവ് എങ്ങനെയാകണം,
അല്ലെങ്കിൽ ഒരു നേതാവ് തന്റെ പ്രവർത്തകരോട്, ഒരു സംഘാടകൻ, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകണം എന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്.